വീട്ടിലിങ്ങനെ ചടച്ച് കുത്തിരിക്കൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം അയക്കണം. അപ്പോൾ പിന്നെ ഒരാളും കൂടെ കൂട്ടി കിട്ടിയ സ്ഥിതിക്ക് ഞങ്ങളൊരു സ്ഥലം വരെ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. കാടും തോടും മലയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രകൃതി രമണീയത ആസ്വദിച്ച് ആക്കത്തിലാണ് നടന്നു പോണത്. എപ്പോഴാണ് അങ്ങോട്ട് എത്തലെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. പോണ വഴിക്കാണ് നിറയെ മീനും കുളവും തോടും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിലൊക്കെ ഒന്ന് കൈയിട്ട് കാലൊക്കെ ഇട്ടൊന്ന് കളിച്ചൊക്കെ പതുക്കെ ഞങ്ങൾ പോണത്. അങ്ങനെ ഈ തോടിനും ഈ കുളത്തിനൊക്കെ മെയിനായിട്ടുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ട് പോകേണ്ട ഒരു സ്ഥലമുണ്ട്. അത് ഞങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ കാണിച്ചരാ. അങ്ങനെ ഞങ്ങൾ എന്നും പോണ വഴിക്കൂടെ പോയൊക്കെ അപ്പോൾ അവിടെ വഴിയൊക്കെ അടച്ചിങ്ങനെ കേട്ടോ. കുറേ കാലം ഈ വഴിക്കൊക്കെ ഇറങ്ങിയിട്ട് അതാ തോന്നുന്നത്. പിന്നെ ഞങ്ങൾ വേറെ വഴിയൊക്കെ കണ്ടുപിടിച്ച് അതിക്കൂടെ ആ മെയിൻ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു വലിയൊരു ചിറയാണ്. ഞങ്ങൾ വരിക്കോട്ട് ചിറ എന്നാണ് പറയുക. പക്ഷേ പണ്ട് ഞങ്ങൾക്കിത് വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. ഞങ്ങളിതിൽ വന്ന് മീൻ പിടിക്കും, കുളിക്കും, നീന്തൽ പഠിക്കുകയൊക്കെ ചെയ്ത രീതിയിലാണ്. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കര ഒരു പാർക്ക് പോലെ സെറ്റപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ഊഞ്ഞാലയിലേക്ക് ഒന്ന് ആടി ആസ്വദിച്ചു. കോമഡി എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഊഞ്ഞാല കാണാത്ത കുട്ടികളെ പോലെ കുറേ നേരം ഇരുന്ന് അവിടെ ഇരുന്ന് ആടിയിട്ട. കാരണം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ ചെറിയയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ കാണുന്നത്. അപ്പം പിന്നെ അതങ്ങോട്ട് മുതലാക്കി. പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞത് ഈ ചെറിയെന്നാണ് ആ തോട്ടുക്കും കുളത്തുക്കും ഒക്കെ വെള്ളം വരുന്നത് കേട്ടോ. അതല്ല, നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറന്നാ. ഞാൻ 2 വല്യന്മാരെയും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ പോണതിന് മുന്നേ 2 ആളൊന്ന് പോയി കാണുന്നതാണ്. ഇല്ലെങ്കിൽ ഭയങ്കര പരാതിക്കാരം. പിന്നെ 2 ആളൊന്ന് കണ്ട് ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ 2 ചെറുനാരങ്ങൊക്കെ പൊട്ടിച്ചിട്ട് അവിടെ ഉണ്ടായതാണ്. പിന്നെ മറ്റേ വല്യമ്മാൻ്റെ അടുത്ത് പോയപ്പോൾ ഒരു മുട്ടായിപ്പൊതിയും കിട്ടി. അങ്ങനെ 2 ആളെടുത്തുനിന്ന് ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീട്ടിൽ തിരിച്ചു പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.